ഹലോ നമസ്കാരം, ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നിന്റെ പണി കളയാൻ ശ്രമിച്ചതല്ല. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ പ്രാങ്കൊക്കെ ഞാൻ ആസ്വദിക്കലുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഈ ജോലി തിരക്കിനിടയിൽ മാപ്പാക്കണേ. പേടിക്കണ്ടേ, സ്വത്തുവേ അയച്ചു കൊടുക്കുവേ. അപ്പൊ നമ്മുടെ ആർജെ അഞ്ജലിയുടെ പ്രാങ്ക് കോളുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അറിയാലോ. ആർജെ അഞ്ജലിയും നിരഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടിയും കൂടി ചേർന്ന് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് കുണ്ടിയിൽ മെഹന്തി ഇട്ട് തരുമോ എന്ന് ചോദിച്ച സംഭവം വൻ രീതിയിൽ അത് വൈറലാവുകയും ഇവർ രണ്ടുപേരും പിന്നീട് വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായാലും അതിനുശേഷം ആർജെ അഞ്ജലി മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റക്കായിരുന്നു ആദ്യ രംഗത്ത് വന്നത്. പക്ഷെ അതിന്റെ കമന്റ് ബോക്സിൽ എല്ലാവരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ ആ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായി കാണും. ആ മെഹന്തി ആർട്ടിസ്റ്റിനോട് കുണ്ടിയിൽ മെഹന്തി ഇട്ട് തരുമോ എന്ന് ചോദിച്ചത് ആർജെ അഞ്ജലി അല്ല, നിരഞ്ജനയാണ്. അഞ്ജലി സൈഡിൽ നിന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പൊ അവിടെ ശരിക്കും മാപ്പ് പറയേണ്ടത് നിരഞ്ജന തന്നെയാണ് അല്ലെ. അതുകൊണ്ട് അഞ്ജലി മാത്രം മാപ്പ് പറഞ്ഞാൽ പോരാ, നിരഞ്ജനയെ കൊണ്ടും കൂടി മാപ്പ് പറയിപ്പിക്കണം എന്നൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഇന്നലെ ആർജെ അഞ്ജലിയും നിരഞ്ജനയും കൂടി രംഗത്ത് വന്നുകൊണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോ. ഹലോ നമസ്കാരം, ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു, ചേച്ചി കോയമ്പത്തൂരായിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച്. ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, നല്ല കാര്യം. പ്രത്യേകിച്ച് ആ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചു ക്ഷമ ചോദിച്ചു, കാര്യങ്ങൾ ക്ലിയർ ചെയ്തു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഇപ്പോഴെങ്കിലും നിരഞ്ജന വന്നല്ലോ. ഇല്ലായിരുന്നെങ്കിൽ നിരഞ്ജന അടുത്തുണ്ടായിരുന്നിട്ടും അഹങ്കാരം കൊണ്ട് മനഃപൂർവ്വം മാപ്പ് പറയാത്തതാണെന്ന് ജനം തെറ്റിദ്ധരിച്ചേനെ. എന്തായാലും ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല കേട്ടോ. താങ്കൾ ഏറെ അവസരം മുതലാക്കിക്കൊണ്ട് ഇവരിതിന് പിന്നാലെ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അങ്ങോട്ട് ഒന്ന് കണ്ടോക്കാം. കേരളായിരുന്നല്ലേ, ഞാൻ ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ലാസ്റ്റ് ഇട്ട വീഡിയോ വരെ കണ്ട്. ആ എന്താ ഒരു അർത്ഥം വെച്ച് പറഞ്ഞ പോലെ ലാസ്റ്റ് ഇട്ട വീഡിയോ വരെ കണ്ടു എന്നുള്ളത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ചേച്ചി 5-ാം തീയതി എന്റെ ബർത്ത്ഡേ, ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ ചെയ്ത് അയച്ചു തരാൻ പറ്റുമോ? ഇപ്പം എവിടുന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ അയച്ചു തരുമോ നിരഞ്ജന മോളെ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എന്താണ് അവസാനം ഒരു പട്ടി മോങ്ങണ പോലെ ഒരു മോങ്ങല് എന്നൊക്കെ. എന്തായാലും പാവത്തിന് നല്ല സങ്കടം ഉണ്ട് എന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ. എന്തായാലും കൊള്ളാം. വരുന്ന 5-ാം തീയതിയാണ് ബർത്ത്ഡേ കേട്ടോ. ആ ബർത്ത്ഡേക്ക് ഉണ്ട് 2 ആഴ്ച മുന്നേ വിഷ് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ രീതിയിലൊക്കെ ചോദിക്കാനും ഈ രീതിയിൽ കണ്ടന്റ് ഇറക്കാനും കാണിച്ചവരുടെ ആ മനസ്സുകൾ ആരും കാണേണ്ടി വരും. കഴിഞ്ഞില്ല കേട്ടോ. ഇനി അടുത്ത വീഡിയോ കണ്ടോക്കാം. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലാ? ഇതൊന്നും തിന്നാൻ പോലും തോന്നല്ലേ. പക്ഷേ എനിക്കൊരു ഊണ് മതി. നിനക്ക് എന്തോ വേണം? എനിക്കൊരു ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. അതെ, തീരെ വിശപ്പില്ല. പക്ഷെ ഒരു ചിക്കൻ ബിരിയാണി കിട്ടിയേ കൊള്ളാം കേട്ടോ. ഇജാതി ടീമിലെ ഞാൻ പല ജാതി ടീമിനെ കണ്ടിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ടീമിനെ കാണുന്ന ആദ്യമായിട്ടാണ്. ഏറി കയറുന്ന സമയത്ത് അത് പിടിച്ചു പോലും കണ്ടന്റ് ആക്കുന്ന ടീമിനെ. ഇതൊരു മാതിരി അല്പന അർദ്ധരാത്രിയും കൂടെ പിടിക്കുന്നു പറഞ്ഞ പോലെ മാതിരി പോയ അവസ്ഥ. ഈ സമയത്ത് ഷെയർ ചെയ്യാൻ പറ്റിയ വീഡിയോ തന്നെ കേട്ടോ. എന്തായാലും കാര്യമായിട്ട് പറഞ്ഞല്ലേ, അങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ട് ചിക്കൻ ബിരിയാണി തന്നെ. തീരെ വിശപ്പില്ലാതിരിക്കല്ലേ. ഇനി എന്തൊക്കെ കാണണം പഠിച്ചോനെ. ബാക്കി കണ്ടോക്കാം. ചേച്ചി എന്താ ചേച്ചി വിളിച്ചിരിക്കണ? ഒരു സമാധാനത്തിന് വേണ്ടി ഇരിക്കുന്നേടേ. അത് വിളിച്ചിരിക്കണ എന്തിന്? ചേച്ചി 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 എന്തോ സംരംഭം തുടങ്ങിയെന്നോ? ഫിഷ് ടാങ്കിലൊക്കെയാണ് ഇരിക്കണത്. ആ അവസാനം പറഞ്ഞ ഡയലോഗ് എന്തോ ഒരുമാതിരി കൊള്ളിച്ച് പറഞ്ഞ പോലെ, അതും പ്രത്യേക സ്ക്രീനിലൊക്കെ എഴുതി കാണിക്കുന്ന ഇഷ്ടമാണ്. ആ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ല. ഫിഷ് ടാങ്കിലൊക്കെയാണ് ഇരിക്കുന്നത്, ഇനി മീനുകൾക്ക് മേന്തിട്ട് കൊടുക്കുമോ എന്തോന്നൊക്കെ. എന്തായാലും ഇതിനൊക്കെയാണ് മക്കൾ അക്ഷരം തെറ്റാണ്ട് മുതലെടുപ്പ് എന്ന് പറയുന്നത്. സമ്മതിച്ച് കേട്ടോ. ആ കാലിബറും തന്റെ ഇടവും ഏറെ അവസരം നോക്കി അത് മുതലാക്കിക്കൊണ്ട് 3 കണ്ടന്റ് ഇറക്കാന്ന് പറഞ്ഞാണെങ്കിൽ ഇവരെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. നമിച്ചു പോയി മക്കളെ. ഇത് ബുദ്ധിയില്ലായ്മയുടെ കുഴപ്പമാണോ അതോ ബുദ്ധി കൂടി പോയതിന്റെ കുഴപ്പമാണോ എന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം, തനി രാവണത്തികൾ തന്നെ. എന്തായാലും ഇതിന് പിന്നാലെ ഇവരോട് ഭയങ്കര മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഒരാൾ വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ ഇവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടോക്കാം. ഹലോ നമസ്കാരം, ഞാൻ ആർജെ അഞ്ജലി. ഞാൻ നിരഞ്ജന. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ വിചാരിക്കുന്നത് റേപ്പിസ്റ്റുകളെല്ലാം ജയിലിലായി കഴിഞ്ഞു എന്നാണ്. ശരിക്കും അങ്ങനെയാണോ? എന്താ നിരഞ്ജന, നീ എന്തിനാ ഇത്ര നല്ല ആർട്ടിസ്റ്റായി ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാണ് വേറെ ലോഡീസിലേക്ക് പോയിട്ട് വിളിക്കുന്നത്? എനിക്ക് കുണ്ടിൽ മെഹന്തിട്ട് പോരായോ? ഞാൻ ഇട്ടിരുത്തി ഇവിടെ നിനക്ക് നല്ല നൈസായിട്ട് നല്ല ഡിസൈൻ വർക്കുകൾ ഞാൻ ചെയ്തിട്ടിരിക്കും. 2 സൈഡിലെ കുണ്ടിൽ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഡിസൈനുകൾ ചെയ്തു തരും. അതൊക്കെ നൈസായിട്ട് നല്ല സോഫ്റ്റ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഒക്കെ ചെയ്തു തരുമ്പോൾ ഒരു പ്രത്യേക സുഖം കൂടെ കിട്ടും നിനക്ക്. ചെറിയൊരു സുഖം കിട്ടുന്നില്ല.
ഇത്രക്കൊന്നും ഒരു പെണ്ണിനോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെ. ഇപ്പറഞ്ഞ എന്തായാലും കൂടി പോയി. 4 തെറി പറയേണ്ട പരിപാടി തന്നെയാണ് 2 കൂടെ ഒപ്പിച്ച് വെച്ചിട്ടുള്ളത്. അതിൽ യാതൊരു സംശയവും. നമ്മൾ അടുക്ക് അതിന് നല്ലോണം മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വോയിസ് അയച്ച വ്യക്തി ചെയ്തത് കുറച്ച് കടന്നുപോയി, കുറച്ചല്ല നല്ലോണം കടന്നുപോയി. ഇതൊരുമാതിരി ഇവരെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന പോലെ ആയി പോയില്ലേ. ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ്, അത് ആരോടാണെങ്കിലും. പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുണ്ടിയിൽ മെഹന്തി ഇട്ട് തരാം, പ്രത്യേകിച്ച് നല്ല സുഖം കിട്ടുന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അതൊന്നും ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത വർത്താനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ബാക്കി കേട്ടോക്കാം. കുട്ടാ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ റെക്കോർഡിങ്സ് ഉണ്ടാകും, മൈക്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും. സോ ഒരുമിച്ച് നമുക്ക് പോലീസ് സ്റ്റേഷനിലിരുന്ന് മെഹന്തി ഇടാം കേട്ടോ. ചേച്ചിയും വരാം, ചേച്ചിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. അതെന്തായാലും നന്നായി. ഇത്തരക്കാർക്ക് ഈ രീതിയിൽ മറുപടി കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഇങ്ങനത്തെ കുറെ എണ്ണുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരു പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കാണ്, അവരുടെ ലൈംഗിക ചുവയോട് കൂടി സംസാരിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. ഒരു തരം സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് ഇത് തന്നെ പറയേണ്ടി വരും. ഇനി ഇവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇതിനേക്കാളും വൾഗറായിട്ട് കൊണ്ട് ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നുണ്ട്. നമുക്കതൊരു പരിധി വരെ പോട്ടെന്ന് വെക്കാം, കാരണം കമന്റ് ബോക്സ് ആണ്. അത്തരത്തിലുള്ള കമന്റുകളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരു വ്യക്തിയെ പേഴ്സണലിയും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാണെങ്കിൽ അത് കുറച്ച് കടന്ന കൈയായി പോയി. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. നമ്മൾ പറഞ്ഞ തെറ്റാണ്, അത് നമ്മൾ സമ്മതിച്ചു. അതിന്റെ ലീഗൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തു. യാതൊരുവിധ പ്രശ്നമില്ല എന്നവര് എഴുതി കൊടുത്ത് കഴിഞ്ഞു, മനസ്സിലായോ? പക്ഷെ നീ ഇപ്പൊ എന്താ ചെയ്തത്? നീ സെക്ഷൽ അബ്യൂസാ ചെയ്തത്, അതും എന്റെ മോളുടെ പ്രായത്തിലുള്ള. അത് ലീഗൽ ഇഷ്യൂസ് നീ അങ്ങനെ ഫേസ് ചെയ്താൽ മതി. അതെന്താ അവസാനം ഒരു കട്ട് വന്നത്? എന്റെ മോളുടെ പ്രായത്തിലുള്ള എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കട്ട് വരുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നീ സെക്ഷൽ അബ്യൂസാ ചെയ്തത്, അതും എന്റെ മോളുടെ പ്രായത്തിലുള്ള. അത് ലീഗൽ ഇഷ്യൂസ് നീ അങ്ങനെ ഫേസ് ചെയ്താൽ മതി. കേട്ടല്ലോ, അവിടെ ഒരു കട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്റെ മോളുടെ പ്രായത്തിലുള്ള നിരഞ്ജനയോടാണ് നീ ഇങ്ങനെ പറഞ്ഞത് എന്നാണോ അഞ്ജലി അവിടെ പറഞ്ഞത്? നിരഞ്ജനയുടെ പേര് പറഞ്ഞു കൊടുത്ത് അവിടെ കട്ട് ചെയ്തതാണോ? അല്ല, ഞാൻ അറിഞ്ഞെടുത്തോളം ഇവര് വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തതിന്റെ കമന്റ് ബോക്സിലൊക്കെ 1-2 പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരഞ്ജനക്ക് അധികം പ്രായമൊന്നുമില്ല, 14 വയസ്സെങ്ങാനും ഉള്ളൂ എന്നുള്ളത്. വിച്ച് മീൻ നിരഞ്ജന പ്രായപൂർത്തി ആയിട്ടില്ല എന്നർത്ഥം. അത് അറിഞ്ഞുകൊണ്ടാണോ എന്റെ മോളുടെ പ്രായമുള്ള നിരഞ്ജന എന്ന് പറഞ്ഞെടുത്ത് നിരഞ്ജനയുടെ പേര് അഞ്ജലി കട്ട് ചെയ്തത്? ഇനി ഇവരുടെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ എവിടെയും നിരഞ്ജനയുടെ പ്രായം പറയുന്നുമില്ല. ഇതുവരെ മനഃപൂർവ്വം മറച്ചു വെച്ചതാണോ? കാരണം ഈ കാര്യം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ വരില്ലേ. പ്രായപൂർത്തി പോലും ആകാത്തൊരു പെൺകുട്ടിയെ വെച്ചിട്ടാണോ നീ ഇമാതിരി ഓരോരോ അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത്. എന്തായാലും കൊള്ളാം, എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞ് നാറുന്ന പോലെ അല്ലേ. ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ബാക്കി കേട്ടോ. ഓക്കെ, വരാം. കത്രയിൽ വരാം. അവിടെ ചാറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാം. അവിടുത്തെ പ്ലേറ്റ് ഉണ്ടോ നോക്കട്ടെ. കത്രയിൽ പൈസ നോക്കട്ടെ. ഞാൻ കത്രയിൽ വരാറുള്ളത്. ചേട്ടാ, ഇപ്പൊ കപ്പലിലാണോ ഉള്ളത്? ഇറങ്ങുമ്പം മൈലാഞ്ചി ഇടാൻ വരുമായിരിക്കും പോലീസ് സ്റ്റേഷൻ. കപ്പലല്ല, ഖത്തർ എയർവേസ് വിമാനത്തിലാന്നാ പറഞ്ഞു. എന്തായാലും കൊള്ളാം, തെറി പറഞ്ഞ ആള് വിദേശത്താണ് അല്ലേ. ആ ഒരു ധൈര്യത്തിലായിരിക്കും ഈ രീതിയിലൊക്കെ തെറി പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ചിലർക്കൊരു വിചാരമുണ്ട് ഇന്ത്യ വിട്ട് കഴിഞ്ഞാണെങ്കിൽ ഇന്ത്യക്കാരെന്തും പറയാന്നുള്ളത്. ആ ഒരു ധൈര്യം വെച്ചിട്ടാണ് ഇപ്പൊ പലരും പല തോന്നിയവസരങ്ങളും ഗൾഫിൽ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അറുതി വരേണ്ടത് അത്യാവശ്യമാണ്. അല്ല, വിദേശത്താണെന്ന് വിചാരിച്ച് എന്തും തോന്നിയവസരം വിളിച്ച് പറയാന്നുള്ളത് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. എന്തായാലും ബാക്കി കണ്ടോക്കാം. ഈ വീഡിയോ പബ്ലിഷ് ചെയ്യും. ഞാൻ അതിന് വേറെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, മൈലാഞ്ചി ഇടുന്ന ഒരു തെറ്റേ അല്ല. ഓക്കെ, അതെ, മൈലാഞ്ചി ഇടുന്നത് ഒരു തെറ്റേ അല്ല. പക്ഷെ കുണ്ടിയിൽ മൈലാഞ്ചി ഇട്ട് തരാം, അത് കാരണം നല്ല സുഖം കിട്ടുന്നൊക്കെ പറയുന്നത് തെറ്റ് തന്നെയാണ്. അത് സെക്ഷൽ അബ്യൂസിന്റെ പരിധിയിൽ പെടുന്നത് തന്നെയാണ്. എന്തായാലും വീഡിയോ പബ്ലിക് ആക്കുമെന്ന് പറഞ്ഞ ഭാഷ നല്ലോണം പേടിച്ചിരിക്കുന്നു. അന്നേരം ഞാൻ വിദേശത്താണെന്നുള്ള അടവൊന്നും വില പോയില്ല. പാപം വിചാരിച്ചു കാണില്ല ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് അഞ്ജലി പിടിച്ചത് പബ്ലിക് ആക്കുന്നുള്ളത്. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. ഞാൻ നിന്റെ പണി കളയാൻ ശ്രമിച്ചതല്ല. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ പ്രാങ്കൊക്കെ ഞാൻ ആസ്വദിക്കലുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഈ ജോലി തിരക്കിനിടയിൽ മാപ്പാക്കണേ. പേടിക്കണ്ടേ, എന്താണ് ഈ പെണ്ണി കാണിച്ചു കൂട്ടുന്നത്? പേടിക്കണ്ടേ, ചത്തുവേ, അയച്ചു കൊടുക്കുകയെന്നൊക്കെ. ക്യൂട്ട്നെസ് അങ്ങോട്ട് വാരി വിതറാണല്ലോ. എന്തായാലും കൊള്ളാം, എല്ലാം കണക്ക് തന്നെ. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.